ഈ പറയുന്ന ഒരു ജപ്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യം. ഇത് അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇത് എന്തൊക്കെ നടപടികളാണ് നമ്മൾ അടിയന്തരമായിട്ട് എടുക്കേണ്ടത്? അതായത് നമ്മൾ ഈ പറയുന്ന നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നു, നമ്മളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത്, എന്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെ നമുക്കൊന്ന് തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയും. പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞത് അത്ര പോസിബിൾ അല്ല, എന്നാൽ നമുക്കിതിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം ഇതാണ്. നമ്മളൊരു 3 കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, എങ്ങനെയാണ് ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് തോട്ട്, ഇമോഷൻ ആൻഡ് ആക്ഷൻ. അതായത് തോട്ട്, ഇമോഷൻ ആൻഡ് ആക്ഷൻ, ഈ 3 ടേമുകളാണ് പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിലോട്ട് നമ്മളെ കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു ചിന്തയുണ്ടാകുന്നു, അതൊരു ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആകുന്നു, അതിനുശേഷം നമ്മളൊരു ആക്ഷൻ, അതായത് ഫിസിക്കലായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നു. ഇതാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതോ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളൊരു ചിന്ത, അത് ഇമോഷനുമായിട്ട് ബന്ധിച്ച് നമ്മളെടുത്തൊരു ആക്ഷൻ്റെ അനന്തര ഫലമാണ് നമ്മുടെ ഈ പറയുന്ന ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സാമ്പത്തിക അച്ചടക്കില്ലായ്മ, അല്ലെങ്കിൽ ഈ പറയുന്ന ജപ്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അക്യുമുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാം? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിമിറ്റഡ് മൈൻഡ് സെറ്റ് കൊണ്ട് സംഭവിച്ചൊരു കാര്യം.